അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അതെ നമ്മുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ ഒരു പല്ലിക്കുഞ്ഞിനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു പല്ലിക്കുഞ്ഞിനെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്കാറിന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വരെ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പല്ലിക്കുഞ്ഞിനെ കിട്ടി. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഓസ്കാറിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു ഡപ്പ കിട്ടിയപ്പോഴത്തേക്കും അതിലേക്ക് പിടിച്ചിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പല്ലിയെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓസ്കാറിനെ വളർത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പല്ലിയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ചിലവർ പറയുന്നുണ്ട് ഈ ഒരു പല്ലിയെ കൊടുക്കാൻ പാടില്ല, അത് ഭയങ്കര വിഷമാണ്, നമ്മുടെ ആ മീൻ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ആ കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ ഓസ്കാറിന് ഇപ്പം നമ്മൾ ഈ വാങ്ങിച്ച ഓസ്കാർ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പല്ലിയെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഓസ്കാർ കയ്യിലുള്ളവരൊക്കെ ആണെങ്കിൽ പോലും അവർ കൈ കിട്ടുന്ന പല്ലി, ചെറിയ ചെറിയ പാറ്റ അല്ലെങ്കിൽ ചെറിയ പഴുതാര ഇതിനൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു മീൻ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പല്ലിയെ കൊടുക്കുന്നത് എന്താണ് കുഴപ്പം, ചിലപ്പം മീൻ എന്തെങ്കിലും ഇതായിട്ട് വരുമോ എന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇവിടെ കിട്ടുന്ന ചെറിയ പല്ലി, പാറ്റ ഇതിനെയൊക്കെ ജസ്റ്റ് ഇതിന് ഫീഡ് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ കൂടെ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കാണുന്ന ഫുഡാണ്. ഇത് നമ്മൾ മീനെ വാങ്ങിച്ചപ്പം എടുത്ത ഫുഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഫീഡ് എന്ന രീതിയിൽ നമ്മൾ ചെറിയ പാറ്റ, ചെറിയ പല്ലി അതിനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ പിടിച്ച് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവന് ഈ ഒരു പല്ലിയെ കൊടുക്കാൻ പോവാണ്. എന്തായാലും കഴിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. ചിലത് കഴിക്കും, ചിലത് കഴിക്കത്തില്ല. എന്തായാലും മൗത്ത് സൈസിനുള്ള ചെറിയ പല്ലിയാണ്. വലിയ പല്ലി അങ്ങനെ പിടിച്ച് നമ്മൾ വെടിച്ചൊന്നും കൊടുക്കുമല്ല. നമ്മുടെ മുന്നിൽ കിട്ടിയപ്പോഴത്തേക്കും ഒരു ചെറുതിനെ നമ്മൾ പിടിച്ചതാണ്. എന്തായാലും ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരെ കൊടുത്തപ്പോഴത്തേക്കും ആൾ ഓടിച്ചാടി വന്ന് ഇത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെ എടുക്കുമോ ഇല്ലയോ എന്ന് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡപ്പൻ തുറന്ന് നമ്മൾ പല്ലി അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പക്ഷേ ഇട്ട് കൊടുക്കാൻ നേരം എൻ്റെ കൈ ഒന്ന് ടാങ്കിലൊന്ന് തട്ടിയപ്പോഴത്തേക്കും ആളങ്ങ് പേടിച്ചു പോയി. എന്തായാലും അതിന് മുമ്പ് വരെ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ മണ്ടയ്ക്ക് വന്നിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു തട്ട് തട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ച് അകത്തോട്ട് ആ കല്ലിൻ്റെ ബാക്കിൽ പോയി ഇരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ പല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആൾ അടുത്തേക്ക് പോലും വന്നിട്ടില്ല. എന്തായാലും പല്ലി ഇടയ്ക്ക് വെള്ളത്തിൽ കിടന്ന് അനങ്ങുമ്പോഴത്തേക്കും പോലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. താഴെ ആ വന്നിരിപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ മീനുകൾക്ക് എന്തെങ്കിലും ഷോക്ക് ആവുന്ന രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്താൽ പോലും അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പം ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്കിൻ്റെ അടുത്തൊന്ന് മാറി നിന്നായിരുന്നു. മാറി നിന്നിട്ട് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കാൻ തുടങ്ങി. എന്താണ് ഇവിടെ സംഭവിച്ചെന്നൊന്ന് പിടിയില്ലാതെ ആശാൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. എന്തായാലും കുറച്ച് നേരം നമ്മുടെ ആ ഒരു ടാങ്കിൽ ഇങ്ങനെ ചുറ്റി കളിച്ചതിന് ശേഷം ഒന്നും പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആശാൻ പെതിയെ മണ്ടയ്ക്കോട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പല്ലിയ ആൾ സ്പോട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓസ്കാർ കൂട്ടം നമ്മുടെ പല്ലിയെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും അനങ്ങാത്തതുകൊണ്ട് ആശാനൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അനങ്ങിയപ്പോഴത്തേക്കും ആശാൻ ഒരു വെട്ടി പക്ഷേ കിട്ടിയില്ല. എന്തായാലും ആ ഒരു പല്ലിയെ പിടിക്കുന്ന ഫുട്ടേജ് കിട്ടട്ടെന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് ട്രൈപോഡിനെ നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ റെക്കോർഡിങ് ഓണാക്കാൻ അങ്ങ് മറന്നുപോയി. നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും പല്ലി ടാങ്കിലില്ല, പല്ലി ആശാൻ്റെ വായത്തണ്ടാണ്. അപ്പോൾ പിടിച്ചിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഫുട്ടേജ് അങ്ങ് മിസ്സായിപ്പോയി. എന്തായാലും അതിനിപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. എന്തായാലും ആൾ സാധനത്തിന് അകത്താക്കിയിട്ടുണ്ട് നമ്മുടെ കണ്ണ് വെട്ടിച്ച്. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു നമ്മൾ കാണിക്കാനിരുന്നത്. പക്ഷെ നമുക്ക് ആ കാണിക്കാനിരുന്ന സാധനം തന്നെ മിസ്സായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് വെളിയിൽ നമ്മുടെ നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാങ്ക് റീസെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ മീനുകൾക്ക് നമ്മളിന്ന് കുറച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു അടപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഓസ്കാറിൻ്റെ ഫുഡാണ് നമ്മളിവിടെ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കുന്നത്. ആദ്യം എന്തായാലും നമ്മൾ അതേപോലെ ഒരു അടപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഓസ്കാറിൻ്റെ ഒരു ഫുഡ് കുറച്ച് ആ ഒരു അടപ്പിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ആക്കും. നമുക്ക് ജസ്റ്റ് ഗപ്പികളായതുകൊണ്ട് വലുതായിട്ടൊന്നും വേണ്ട, കുറച്ചൊരു 2 പിടി ചെറുതായിട്ടൊന്ന് എടുത്തിട്ടാൽ മതി. എന്തായാലും അങ്ങനെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുതിരാനാണ്. പെട്ടെന്നൊന്ന് വെള്ളം ഒരു 3-4 ഡ്രോപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും തന്നെ ഇതിലേക്കെല്ലാം വെള്ളം അങ്ങ് വലിച്ചെടുക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ ട്രിക്കാണ്. വേണമെങ്കിൽ ഇതൊക്കെ പൊടിച്ച് വെച്ച് വേണമെങ്കിൽ കൊടുത്താലും മതി. ഇപ്പോൾ ഞാനൊരു വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഗപ്പികളുടെ അടുത്തോട്ട് പോയി ഞാൻ അതിൻ്റെ ടാങ്ക് ജസ്റ്റ് വലയൊക്കെ ഒന്ന് മാറ്റുവാണ്. അങ്ങനെ എന്തായാലും നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടാങ്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ടാങ്ക് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം അനക്കുവാണെങ്കിൽ നമ്മളെ മീനുകളെല്ലാം ഓടി ഈ സൈഡിലോട്ടങ്ങ് വരും. എന്തായാലും നമ്മൾ 2 ദിവസമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. കാരണം ടാങ്കൊക്കെ ഒന്ന് റീസെറ്റൊക്കെ ചെയ്തല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ കൊടുക്കാതെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ആ കുതിരാൻ വെച്ചിരുന്ന ജസ്റ്റ് ആ ഒരു ചെറിയ ഫുഡ് നമ്മളത് ജസ്റ്റ് നമ്മുടെ വിരലിൽ കുറച്ച് നമ്മളിങ്ങനെ തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മളത് മുട്ടിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളമെല്ലാം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫുഡ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരൽ കൊണ്ട് കുറച്ച് ഫുഡ് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ടാങ്കിലേക്ക് അങ്ങ് മുട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് വിടുക. ഞെടി വിടുമ്പോൾ വെറും സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ ചെറിയ ചെറിയ പൊടികളായിട്ട് ഇങ്ങനെ കലങ്ങി അങ്ങ് ചേർന്നോളും. അപ്പം തന്നെ നമ്മുടെ മീനുകളെല്ലാം വന്ന് റാഞ്ചിക്കോളും ഫുഡ്. ഈ ഒരു പരിപാടിയാകുമ്പോൾ നമ്മുടെ മീനുകൾക്കെല്ലാം തന്നെ ആ ഒരു ഫുഡ് കിട്ടുകയും ചെയ്യും. ജസ്റ്റ് പൊടിച്ച് കൊടുത്താലും എല്ലാവർക്കും കിട്ടും. എന്നാലും ഒരു എളുപ്പം പൊടിക്കണ്ടല്ലോ എന്നൊരു എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. അങ്ങനെ ഇപ്പോൾ എന്തായാലും ലാസ്റ്റ് മൊത്തത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ആ ഒരു അടപ്പ് ജസ്റ്റ് അതിനകത്തൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പം തന്നെ നമ്മുടെ ആ ഒരു ഫുഡ് മൊത്തം ആ ഒരു ടാങ്ക് സ്പ്രെഡ് ആയിക്കോളും. എന്തായാലും നമ്മുടെ മീനുകളെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നല്ല ഫുഡ് എടുക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ
ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നെറ്റിട്ട് ക്ലോസ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓസ്കാറിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇത് ഉദ്ദേശിച്ചത്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗപ്പികൾക്ക് അങ്ങ് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചത്.